ഒരു സാധാരണക്കാരനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പോലീസുകാരൻ എന്തെല്ലാം ബഹളം ഇവിടെ കാട്ടിക്കൂട്ടുക. എന്റെ നിങ്ങളുടെയൊക്കെ തന്നെ ആതിരയുടെ കടക്കുള്ള ആളുകളുടെ നികുതിപ്പണം കൊണ്ട് ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് വിഭജിക്കാൻ അധികാരിയാക്കില്ല. ഗണേഷ് കുമാറും സരിതയും തമ്മിൽ പ്രണയമായിരുന്നു. അതായിരുന്നു ഈ സോളാർ കേസിലെ മറ്റാരും അറിയാതെ പോയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറഞ്ഞത് കേവലം ഒരു കാമാസക്തി കൊണ്ടുണ്ടാക്കുന്ന സാധനമല്ല. ഗണേഷ് കുമാറിന്റെ വികാരങ്ങള് കാമാസക്തിയിൽ നിന്ന് മാത്രം ഉടലെടുത്തിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യഭിചാരത്തിന് കൊടപിടിച്ചു കൊടുത്തത് കേരളത്തിന്റെ സർക്കാരും അതേപോലെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അതേപോലെ തന്നെ കേരളത്തിലെ പോലീസുകാരാണ്. മന്ത്രിമന്ദിരങ്ങൾ ഇയാൾക്ക് ചില ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇയാൾക്ക് അവരെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ഇയാളെ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ബാലകൃഷ്ണ പിള്ളയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ പറയുന്ന ഗണേഷ് കുമാർ തന്റെ മകനാണെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ല. ഇയാൾക്ക് പ്രണയമൊന്നുമില്ല. ഇയാളുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം അത്യന്തം ഗുരുതരമായിരിക്കുന്ന കാമമാണ് പ്രശ്നം. ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയാണ് ഏറ്റവും വലുതെന്നാണ് പൊതുവെ പൊളിറ്റിക്സ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഗണേഷ് കുമാർ വിജയിച്ചിട്ടുണ്ട്. അയാൾ മന്ത്രിയായിട്ട് തുടരാൻ യാതൊരു തരത്തിലുള്ള അർഹതയും അയാളെ സംബന്ധിച്ചില്ല. അയാളെ പുറത്താക്കാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ത്രാണിയില്ലെങ്കിൽ ആ ത്രാണിയില്ല എന്നുള്ളവരും പറഞ്ഞാൽ മതി. നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് EN നന്ദകുമാർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഗണേഷ് കുമാർ പത്തനംതിട്ടയുടെ സ്വന്തം KSRTCയുടെ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി. ഇതാണ് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള ഒരു ലേബൽ എന്ന് പറയുന്നത്. മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ മുതൽ ഇതാണ് മന്ത്രി എന്ന് PR ടീം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ മുഴുവനും തകർത്താടിയ ഒരു മന്ത്രി. ഗണേഷ് കുമാറിന്റെ ആ ഒരു പതനമാണോ നമ്മളിപ്പോൾ കാണുന്നത്? ഗണേഷ് കുമാറിന്റെ പതനം എന്ന് മാത്രമല്ല, എനിക്ക് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തിന്റെ പതനമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഇത്തരം ചില മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. ഒരുത്തൻ ഭാര്യയ്ക്ക് വണ്ണം കൂടി എന്ന് പറഞ്ഞൊരു ഉപേക്ഷിച്ച ആള്. അതുപോലെ തന്നെ ഇയാളെപ്പോലാണെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ ഭാര്യ ഉപേക്ഷിച്ച് രണ്ടാം ഭാര്യയെ തേടി നടന്നിട്ടുള്ള ആള്. ഇയാൾക്കെതിരായിട്ട് ഇയാളുടെ ഭാര്യ, ഞാൻ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ല, അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മന്ത്രിമന്ദിരത്തിൽ ചെന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഇയാൾ മറ്റൊരു സ്ത്രീയെ ഒന്നിച്ച് കണ്ടു എന്നാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കടുത്തൊരു ആരോപണമാണ്. ഈ കടുത്ത ആരോപണം വരുന്ന സമയത്ത് ഇതെങ്ങനെ കോംപ്രമൈസ് ആവുക? എനിക്ക് ഇവിടുത്തെ പോലീസിൻ്റെ പണി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ പോലീസുകാരനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ടുള്ള DGP അടക്കമുള്ള ആളുകൾ വേറെ വല്ല പണിക്ക് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഭാര്യയല്ലേ പറഞ്ഞിട്ടുള്ളത് പരാതിയില്ലെന്ന്? ഭാര്യ പരാതിയില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഭാര്യ ആദ്യം ഇവിടെ 112 വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പോലീസ് നടപടി എടുക്കാമെന്ന്? പോലീസുകാർ വന്നല്ലോ അവിടെ. പോലീസിൻ്റെ അവിടുത്തെ ഉള്ള സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ ഏതോ ചില കുണഞ്ഞന്മാരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഇവിടെ വന്ന മറ്റേ ഈ മന്ത്രിക്ക് ഓശാന പാടിയിട്ട് പോയല്ലോ. അവരെന്തുകൊണ്ട് നടപടി എടുക്കാതിരുന്നത്? ഇത്തരം ഒരു കേസ് വേറെ ആൾക്കായിരുന്നുവെങ്കിൽ ആ സമയത്ത് ഒരു നടപടി എടുക്കുമായിരുന്നല്ലോ. ഒരു സാധാരണക്കാരനായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പോലീസുകാരൻ എന്തെല്ലാം ബഹളം ഇവിടെ കാട്ടിക്കൂട്ടുക. ഇവിടുത്തെ പോലീസിൻ്റെ മന്ത്രിയുടെ പണി വേറെന്താ ഉള്ളത്? ഇവിടുത്തെ പോലീസിൻ്റെ DGPയുടെ പണി വേറെന്താ ഉള്ളത്? അയാളെയൊക്കെ പോലെ ഈ DGP ഒക്കെ പോലുള്ള ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നടപടി എടുക്കാൻ സാധ്യമല്ലെങ്കിൽ ഇവർ കോംപ്രമൈസ് ആയി എന്നുള്ളതല്ല പ്രശ്നം. ഇവർ കോംപ്രമൈസ് ആയി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരം നീചമായൊരു പ്രവൃത്തി മന്ത്രിക്ക് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഇയാൾ വിഭജിച്ചു എന്നുള്ള എൻ്റെ പ്രശ്നമല്ല. ഇയാൾക്ക് വിഭജിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇയാൾക്ക് വ്യക്തിപരമായിട്ട് ഇയാൾ വിഭചാരിയാണ്, ഞാൻ സമ്മതിച്ചു. എനിക്ക് യാതൊരു വിരോധ കാര്യത്തിലില്ല. അത് ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇയാൾ മന്ത്രിമന്ദിരം ഇതിനുപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഒരു മന്ത്രിമന്ദിരം ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, സർക്കാരിൻ്റെ ജീവനക്കാരെ വെച്ചുകൊണ്ട്, സർക്കാരിൻ്റെ പോലീസിനെ വെച്ചുകൊണ്ട്, എല്ലാവിധ സർക്കാരിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ നിങ്ങളുടെയൊക്കെ തന്നെ ആതിരയുടെ കടക്കുള്ള ആളുകളുടെ നികുതിപ്പണം കൊണ്ട് ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് വിഭജിക്കാൻ അധികാരിയാക്കില്ല. പക്ഷേ KV ഗണേഷ് കുമാർ ഇപ്പോഴും ഇതിനെ പറഞ്ഞിട്ടുള്ളത് തന്റെ 5000 പ്രണയങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇതിനെ പ്രണയമായി കാണുക. ഇതൊരിക്കലും അത്തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലൊരു വിഷയമല്ല. ഗണേഷ് കുമാറിന്റെ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നാണമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നതല്ല വേണ്ടത്, കൃത്യമായി MLA സ്ഥാനം ഒഴിവാക്കണം, അല്ലെങ്കിൽ അവിടുന്ന് രാജിവെപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. KB ഗണേഷ് കുമാർ ആരാണ്? ഈ പറയുന്ന KB ഗണേഷ് കുമാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ KSRTCയിൽ വൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ മന്ത്രിമാർക്കും ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ആകണം, ഇങ്ങനെ ഒരു മന്ത്രിയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആള്? അത് യഥാർത്ഥത്തിൽ PR വർക്കിന്റെ ഭാഗം മാത്രമാണ്. ഇയാൾ നല്ല മന്ത്രിയാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. ഇയാൾ നല്ല PR വർക്ക് നടത്തുന്ന ആളാണ്.
അത് മാത്രമല്ല പച്ച നുണയെ ശരിയാണെന്ന് ഇയാൾക്ക് ചിത്രീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് സാധിക്കും. ഇപ്പം നല്ല എക്സാമ്പിൾ നമ്മൾ ഈ സംഭവത്തിലേക്ക് തിരിച്ചു വരും. അയാളുടെ പ്രണയവും വ്യഭിചാരവും രണ്ടാണ്. ഒരു അവിഹിതമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുക, വ്യഭിചരിക്കുക എന്ന് പറയുന്നതും പ്രണയവുമായിട്ട് വ്യത്യസ്തമുണ്ട്. പ്രണയിക്കാനുള്ള അവകാശം എല്ലാവരും സംബന്ധിച്ചുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞത് കേവലം ഒരു കാമാസക്തി കൊണ്ടുണ്ടാക്കുന്ന സാധനമല്ല. ഗണേഷ് കുമാറിന്റെ വികാരങ്ങൾ കാമാസക്തിയിൽ നിന്ന് മാത്രം ഉടലെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞെന്താ, ഞാൻ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു എന്നാ പറഞ്ഞ്. ഈ കാണാൻ പറ്റാത്ത രീതി എങ്ങനെ എന്താണെന്നുള്ളവരും ഇയാളുടെ ഭാര്യ വെളിപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ വെളിപ്പെടുത്തേണ്ടതല്ലേ? അവിടെ പോലീസുകാർ വന്നല്ലോ, അവര് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പരാതി കൊടുത്തല്ലോ. എന്ത് നടപടിയാണ് പോലീസ് എടുത്തത്? അങ്ങനെ പോലീസ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വ്യഭിചാരത്തിന് കൊടപിടിച്ചു കൊടുത്തത് കേരളത്തിന്റെ സർക്കാരും അതേപോലെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും അതേപോലെ തന്നെ കേരളത്തിലെ പോലീസുകാരാണ്. അല്ലെ ഒരു നടപടി എടുക്കണമായിരുന്നു. ഇപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ആളുകൾ ഉപമിച്ചിരുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പോലെയാണ് ഞാൻ, അതുപോലെ തന്നെ കമലാ സുരയ്യയുടെ പോലെയാണ്, ഗാന്ധിജിയെ പോലെ അയാൾ പറഞ്ഞില്ല. ഗാന്ധിജിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു എന്നയാൾ പറഞ്ഞത്. ഇയാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കൂട്ടാന്ന് പറഞ്ഞ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൂട്ടാന്ന് പറഞ്ഞ്. ഇയാൾ ചിലപ്പോൾ നെഹ്റുവിന്റെ കൂട്ടായിരിക്കും, എനിക്കറിയില്ല. അത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രഥമ പ്രധാനമന്ത്രി ഈ തരത്തിൽ വിഷയലംബടനായിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളവരും വെളിപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് സംശയമില്ലാന്നിരിക്കട്ടെ, അയാൾ വിഷയലംബടനായിരുന്നു, മറ്റേ നെഹ്റു എന്നിരിക്കട്ടെ, ഇയാൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. മറിച്ച് ഇയാൾ പറഞ്ഞത് ഞാൻ നെഹ്റുവിനെ പോലെയാണെന്ന് പറഞ്ഞാൽ നെഹ്റുവിന്റെ കാമാതുരനായിരിക്കുന്ന മനുഷ്യനാണ് നെഹ്റു എന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം വിശ്വസിക്കുന്നുണ്ടോ? എന്റെ വിഷയം എവിടെയാണ്? ആ കോൺഗ്രസിന്റെ നേതൃത്വം വിഷയം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ എതിർക്കേണ്ട ആവശ്യമില്ല. അവർ അംഗീകരിക്കുന്നില്ല എന്നിരിക്കട്ടെ, അവർ സ്വാഭാവികമായിട്ട് ഇതിനെ എതിർക്കണം. ഇന്ന് കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാവ് പോലും ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇന്ന് 2-3 ദിവസം മറ്റേ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരുപക്ഷെ ഗണേശൻ കേരളത്തിന്റെ മാത്രം വിഷയലംബടനാണെങ്കിൽ ആ അന്തർദേശീയ തലത്തിലുള്ള വിഷയലംബടനായിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ഈ പറയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആകാനായിട്ടുള്ള ഒരുപാട് തരമുണ്ട്, ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ ഇതുവരെ അതിനെ കാമുവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതെല്ലാം പ്രണയങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം തന്റെ വ്യക്തിപരമായുള്ള ജീവിതമാണ്, താൻ മന്ത്രിയായിരിക്കെ എന്ത് ചെയ്യുന്നു മാത്രം നോക്കിയാൽ മതി. അതുപോരാ. ഇയാൾ മന്ത്രി എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വ്യക്തമാക്കണം. മന്ത്രിമന്ദിരങ്ങൾ ഇയാൾക്ക് ചില ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇയാൾക്ക് അവര് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ഇയാളെ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഈ സർക്കാർ സംവിധാനത്തിന് വിരുദ്ധമാണ്. ഈ നാട്ടിലെ ജനങ്ങളോട് കടുത്ത വെല്ലുവിളിയാണ്. അതുകൊണ്ടാണല്ലോ അയാൾ വേറെന്ന് പറഞ്ഞല്ലോ, പത്തനംതിട്ടയിലെ അയാളുടെ പത്തനാപുരത്തെ ജനങ്ങള് അവരോട് ഇയാൾ അംഗീകരിക്കുന്ന ഇയാൾ പറഞ്ഞ്. ഇയാൾ പത്തനാപുരത്തെ ജനങ്ങളെ കുറിച്ച് ഇയാൾ എന്താ ധരിച്ചിരിക്കുന്നത്? അവരെത്ര മോശപ്പെട്ട മനുഷ്യരാണോ? ഈ പറയുന്ന ആഭാസനായിരിക്കുന്ന ഒരാളെ പിന്താങ്ങത്തക്ക രീതിയിലുള്ള ഒരുപക്ഷെ വിഷയദാരിദ്ര്യം അവരെ സംബന്ധിച്ചുണ്ടാകുമോ? ഉണ്ടാവാൻ സാധ്യതയില്ല. പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ ജയിക്കൂലെന്നതിന്റെ രണ്ടാമത്തെ വശം. പക്ഷെ ഇയാളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അയാൾ എടുത്തിരിക്കുന്ന നിലപാട് സ്ത്രീ വിരുദ്ധമാണ്, കേരള വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ വിരുദ്ധതയാണ് അതിനെ കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇദ്ദേഹം ഈ പറയുന്ന ഗതാഗത മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് ഒരു KB ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും. അതിനു മുൻപ് ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ CPM-ന്റെ ഒരു പ്രതിനിധി ആയിരുന്നില്ല. സോളാർ കേസും KB ഗണേഷ് കുമാറും എന്തായിരുന്നു KB ഗണേഷ് കുമാറിന്റെ അതിലൊരു പങ്ക്? ഇത് സംബന്ധിച്ച് അദ്ദേഹം തന്നെ ഇടയ്ക്ക് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വിഷയം പിന്നീട് ചർച്ചയാകാതിരിക്കാൻ അദ്ദേഹം തന്നെ അത് സംസാരിച്ചങ്ങ് വിട്ടുകളയുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇത്തരം ഒരു കേസ് ഇപ്പൊ മുന്നോട്ട് വരുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് സോളാർ കേസിനുള്ള സംഗതി ഒന്നുമില്ല. അയാൾക്കൊരു സാരിക്കകത്ത് വടിചുറ്റിയാൽ മതി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അയാളെ കുറിച്ച്. അങ്ങനെയാണ് അയാൾ അതിന് പിന്നാലെ പോകും. അയാളെ കുറിച്ച് ആദ്യ ആരോപണം ഉന്നയിച്ചത് ആരാ? അയാളുടെ ആദ്യത്തെ ഭാര്യയാണ്. അതെന്നാണ്? 2013 അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന അയാളുടെ ഭാര്യയെ, ഞാൻ ആ ഭാര്യയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ ഭാര്യയെ മുറിക്കകത്തിട്ട് അതികഠിനമായിട്ട് മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് അവരായിരുന്നു. അവരാരോപണം ബാലകൃഷ്ണപിള്ളയോട് പറഞ്ഞു, ഇയാളുടെ അച്ഛനോട് കയറി പറഞ്ഞു. ആ സമയത്താണ് അച്ഛന്റെ വളരെ വിഖ്യാതമായ പ്രസ്ഥാനം വന്നു, എനിക്ക് എന്റെ ഭാര്യയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവൻ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞ്. എന്ന് വെച്ചാൽ ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ പറയുന്ന ഗണേഷ് കുമാർ തന്റെ മകനാണെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നില്ല. ഭാര്യയുടെ വിശ്വാസം കൊണ്ട് മാത്രം സമ്മതിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ആഭാസനായിട്ടുള്ള മനുഷ്യനാണ് ഇയാള്.
ഒരു ആഭാസനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് 2013 തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് അയാളുടെ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്ന ഒരിക്കലും ഈ പറയുന്ന ഇതിന്റെ സോളാർ സംഭവമല്ല. സോളാർ സംഭവത്തിന് ശേഷം വളരെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. സോളാറിന് സംഭവത്തിന് മുമ്പ് തന്നെ ഇയാൾക്ക് ഇത്തരം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോളാറിന്റെ സമയത്ത് ഇയാളെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സോളാറിലെ സ്ത്രീയും ഇയാൾക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് വെച്ചാൽ കേരളത്തിൽ ഏത് സംഭവം നടന്നാലും ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, മറുപക്ഷത്ത് നിൽക്കുന്നത് കെ വി ഗണേഷ് കുമാറാണ്. ഈ സോളാർ കേസ് സംബന്ധിച്ച് നേഷൻ ഫസ്റ്റിൽ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഫെനി ബാലകൃഷ്ണനുമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാന സ്റ്റേറ്റ്മെന്റ് ആണ്, ഗണേഷ് കുമാറും സരിതയും തമ്മിൽ പ്രണയമായിരുന്നു. അതായിരുന്നു ഈ സോളാർ കേസിലെ മറ്റാരും അറിയാതെ പോയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. സോളാർ കേസ് നേരെ ഉമ്മൻചാണ്ടിയുടെ നേർക്ക് പോകുക, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സോളാർ കേസ് സരിത, ഇതിൽ മാത്രം ഒതുങ്ങി നിന്നൊരു വിഷയമായിരുന്നു. പക്ഷേ പിന്നീട് CPM-ന്റെ താവളത്തിലേക്ക് പോയതുകൊണ്ടായിരിക്കാം CPM-ന്റെ പ്രതിനിധികൾ പോലും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അല്ല, അതിന് കാരണം എന്ന് വെച്ചാൽ ഗണേഷ് കുമാർ നാളെ ഏത് പക്ഷത്തേക്കും പോകുന്ന ഇടതുപക്ഷത്തിനാല നിശ്ചയമുണ്ട്. അന്ന് അയാള് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആൾ ഇയാളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഫിനി തന്നെ പറഞ്ഞ സമയത്ത് ഇയാളെ കുറിച്ച് ഇയാൾക്ക് പ്രണയമൊന്നുമില്ല. ഇയാളുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം അത്യന്തം ഗുരുതരമായിരിക്കുന്ന കാമമാണ് പ്രശ്നം. ഈ കാമമാണ് ഇയാളുടെ പ്രശ്നം. അതിന്റെ പേരിലാണ് ഇയാളെ സരിതയായിട്ട് അടുക്കുന്നതിന്റെ പേരിലാണ്. ഇയാൾക്ക് ബാക്കി ഏതെല്ലാം സ്ത്രീകളായിട്ട് ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ ഇയാളോട് ഒരു സ്ത്രീ സംസാരിച്ചാൽ വാസ്തവത്തിൽ അയാൾ ധരിക്കുന്നത് എന്നിൽ ആകൃഷ്ടയായിട്ടാണ് സ്ത്രീ വന്നതെന്നാണ്. അതിന്റെ നിരവധി തെളിവുകളുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന ആരോടൊക്കെയാണ്? മാധവിക്കുട്ടിയോട്, അതായത് കമല സുരയ്യയോട്. ഈ തരത്തിൽപ്പെട്ട ആളുകളുടെ ആരോപിക്കുന്ന സമയത്ത് ഇയാളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് ഈ പ്രശ്നം മറ്റേ മാധവിക്കുട്ടിയെ സംബന്ധിച്ചുകൊണ്ടല്ലോ, കമലാ സുരയ്യയെ സംബന്ധിച്ചുകൊണ്ട്. കമലാ സുരയ്യയുടെ വാർദ്ധക്യകാലത്താണ് അവർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ നേതാവുമായിട്ട്, ഒരു മതവിഭാഗത്തിന്റെ നേതാവുമായിട്ടുള്ള അവിഹിത ബന്ധം. അതിനെ സംബന്ധിക്കുന്ന സിനിമ പോലും ഇറങ്ങിയിരുന്നു. ആമി ആ സിനിമ പോലും ഇറങ്ങിയിരുന്നു. ആ തരം ഒരു പാരമ്പര്യം അവരെ സംബന്ധിച്ച് അത് തന്നെ ഇയാളുടെ പാരമ്പര്യം അതാണ്. ഇയാളെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനം ഇയാളുടെ വിഷയമേയല്ല. ഇയാൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇയാൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മന്ത്രിസ്ഥാനത്ത് ഇയാൾ വിജയിച്ചത്? അവിടെ ഒന്ന് KSRTC സ്റ്റാൻഡിൽ കയറി നോക്കിയറിയാം എത്ര വണ്ടികളാണ് കട്ടപ്പുറത്തിരിക്കുന്നത്. കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന് സൗജന്യമായിട്ട് ജനോറാം പദ്ധതി പ്രകാരം ലഭിച്ചിരിക്കുന്ന വണ്ടികൾ എത്ര ഓടുന്നുണ്ട്? അത് ടൗണുകളിലേക്കാണല്ലോ കിട്ടിയത്. ഏത് ടൗണിലാണ് വണ്ടി ഓടിക്കുന്നത്? അത് ദീർഘദൂര സർവീസായിട്ട് നടത്തുകയാണല്ലോ. സൗജന്യമായിരിക്കുന്ന കിട്ടിയിരിക്കുന്ന വണ്ടികളെ വെച്ച് KSRTC ലാഭത്തിലാണെന്നുള്ള കണക്കെഴുതി പഴയ കാലത്ത് എനിക്കൊരു ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തിന്റെ അന്നത്തെ ദേവഗൌഡയുടെ മിനിസ്റ്ററാന്ന് തോന്നുന്നു, ലാലു പ്രസാദ് യാദവ് റെയിൽവേയുടെ മന്ത്രിയായിരുന്നു. ആ റെയിൽവേ ലാഭത്തിലാണെന്ന് അദ്ദേഹം വലിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചു എന്നുള്ള പ്രചരണം ലാലു പ്രസാദ് യാദവ് നടത്തി. ഇത്തരത്തിൽ സംഭവമില്ല. കാരണം കണക്ക് ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. ഏത് സ്ഥാപനം നടത്തുന്ന സമയത്തും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കെട്ടിടത്തിന്റെ ഡിപ്രീസിയേഷൻ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള യാതൊരു കണക്കുകളും KSRTC സംബന്ധിച്ചില്ല. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഒരുപാട് ന്യൂസ് വാല്യൂ ഉള്ള കോണ്ടന്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയാണ് ഏറ്റവും വലുതെന്നാണ് പൊതുവെ പൊളിറ്റിക്സ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഗണേഷ് കുമാർ വിജയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് KSRTC അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് അതിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ശമ്പള കുടിശ്ശികയാണ്. ഇത്തരം ഒരു പ്രശ്നമായിരുന്നു. ഗണേഷ് കുമാർ കയറുന്ന ഒരു സമയത്ത് ആദ്യം ഇടപെട്ടത് KSRTC-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം ടൂറിസത്തിൽ KSRTC-യെ വൻ രീതിയിൽ പങ്കുകൊള്ളിക്കുന്ന ഒരു രീതി, അതിനുശേഷം ഈ ലൈസൻസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന കർശന നിലപാടുകൾ, ഇതൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒരു മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി, ഇത്തരത്തിലൊരു ലേബലുകൾ അദ്ദേഹം സ്വന്തമായി എടുക്കുക തന്നെയാണ് ചെയ്തത്. അല്ല, അങ്ങനെ എടുക്കൽ എളുപ്പമാണ്. കാരണം ഈ മന്ത്രിസഭയിൽ ഏറെ മന്ത്രിമാരും മന്ദബുദ്ധികളാ. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാ. അയാൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ABCD അറിയാൻ പാടില്ല. ബാക്കി ഏത് മന്ത്രിക്ക് അറിയാവുന്നത്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അയാളെ സംബന്ധിച്ചറിയോ? ഇപ്പൊ നമ്മൾ പഴയ മന്ത്രിമാരുടെ നിന്ന് എടുത്തു നോക്ക്. മറ്റേ തോമസ് ഐസക് ആണെങ്കിലും G സുധാകരനാണെങ്കിലും തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരെ അവര് മികച്ച മന്ത്രിമാരാണ്. അവരുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ അവരുടെ സ്ഥാനത്താണ് ഇപ്പോഴത്തെ ചില മന്ദബുദ്ധികൾ മന്ത്രിമാരായിട്ട് വരിക. അങ്ങനെ ആ മന്ത്രി കുരുടൻ നാട്ടിൽ കൊങ്ങണ്ണൻ രാജാവ് എന്നുള്ള പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആളാണ് ഗണേഷ് കുമാർ. അല്ലാതെ ഗണേഷ് കുമാറിനെ എടുക്കുന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. മറിച്ച് അയാൾ ചെയ്തത് അയാളുടെ PR വർക്ക് കൊണ്ട് താൻ ചെയ്തതാണ് ഏറ്റവും മികച്ചതെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ PR ഏജൻസികളെ അയാൾ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതൊരിക്കലും കേരളത്തെ സംബന്ധിച്ച് ഭൂഷണമല്ല. അയാളുടെ കണക്കുകൾ കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റ്
അച്ചടിച്ച് വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കണക്കിന്റെ പൊള്ളത്തിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ആലോചിച്ചു, കേരളത്തില് KSRTC ഏത് സ്റ്റാൻഡാണ് മര്യാദയ്ക്ക് നടക്കുന്നത്? ഏത് സ്റ്റാൻഡാണ് നടക്കുന്നത്? എറണാകുളം അടക്കമുള്ള നിരവധി സ്റ്റാൻഡുകൾ എനിക്കറിയാലോ. തിരുവനന്തപുരത്ത് സ്റ്റാൻഡുകളുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ റെയിൽവേ എന്ന് എടുത്തു നോക്ക്. റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അത്യാധുനികമായ രീതിയിൽ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. KSRTC സ്റ്റാൻഡ് എങ്ങനെയാ? അവസ്ഥ എങ്ങനെയാ? വളരെ പരമദയനീയല്ലേ? അദ്ദേഹത്തിന്റെ ജില്ലയിൽ നല്ലതായിരിക്കാം KSRTC. അദ്ദേഹത്തിന്റെ അയാളെ ഒരു ജില്ലയുടെ മന്ത്രി, അയാളുടെ ജില്ലയോ അല്ലെങ്കിൽ നിയോജകമണ്ഡലത്തിന്റെ മന്ത്രിയാണെങ്കിൽ ഞാനത് എഗ്രി ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്ന അയാൾ കേരളത്തിന്റെ മന്ത്രിയാണെന്നാണ്. കേരളത്തിന്റെ മന്ത്രിയാണെങ്കിൽ അയാളുടെ വകുപ്പ് ഒരു വമ്പൻ പരാജയമാണ്. അയാളുടെ ആകെപ്പാട് വിജയിക്കുന്നത് ഈ തരത്തിൽപ്പെട്ട സ്ത്രീകളെ കൊണ്ടുപോയിട്ട് നടത്തുന്ന അവിഹിത പ്രവർത്തനങ്ങളാണ് അയാൾ വിജയിക്കുന്നത്. ഈ അവിഹിത പ്രവർത്തനങ്ങളിൽ അയാളോട് ചോദിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ത്രാണിയില്ല. സംഗതി ഇരട്ടച്ചങ്ങൊക്കെ ഉണ്ട്. അല്ല, അവർക്ക് പലപ്പോഴും അതിജീവിതമാർ വ്യത്യസ്ത ധ്രുവത്തിൽ നിൽക്കുന്ന ആളല്ലേ. പാർട്ടിയിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ കേൾക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയിലാണ് ഇത്ര അതിജീവിതമാരുണ്ടതെങ്കിൽ അവർ കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യവും, ഇനി ഓപ്പോസിറ്റ് പ്രതിപക്ഷത്തിന്റെയോ മറ്റേതെങ്കിലും അതിജീവിതമാരോ ആണെങ്കിൽ മാത്രം ഞങ്ങൾ കൂടെ ചേർക്കുന്ന ഒരു അവസ്ഥ. അതെ, അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം തന്നെ അതാണ്. അല്ല, ആ ഒരു രീതി കൊണ്ട് എന്തായാലും മുഖ്യമന്ത്രിയോ ഈ മന്ത്രിസഭയോ ഗണേഷ് കുമാറിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും പോയില്ല. അല്ല, തള്ളിപ്പറയാൻ സാധ്യമല്ല കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക്. കാരണം കേരള മന്ത്രിസഭയിലേക്ക് ഇയാളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ആരോപണമുള്ള നിരവധി ആളുകൾ അപ്പുറത്തുണ്ട്. അത് കേരളത്തിന് മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കമുണ്ട്. ഈ പ്രശ്നം ഗണേഷ് കുമാറിന് അറിയാം. ഗണേഷ് കുമാർ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഗണേഷ് കുമാറിന്റെ ഭാര്യ ആരെ ആദ്യം വിളിച്ചു പറയുന്ന ആരെയാണ്? ആദ്യം അവർ വിളിക്കുന്നത് വീണയാണ് വിളിക്കുന്നത്. അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയെ ശ്രീലേഖ IPS വിളിക്കുമ്പോൾ അവർ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത് അവർ കൃത്യമായിട്ട് കാര്യം ബോധ്യപ്പെടുന്ന വീണയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഈ കാര്യം മുഖ്യമന്ത്രിയോട് പറയാതിരിക്കോ? പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി എടുത്ത്? ഒരു നടപടിയും മുഖ്യമന്ത്രി എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ചില ഏജന്റുമാരെ വച്ചുകൊണ്ട് വിഷയം കോംപ്രമൈസ് എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. ഈ വിഷയം കോംപ്രമൈസ് എത്തിക്കേണ്ട വിഷയമല്ല. ഇത് ക്രിമിനൽ കേസാണ്. ഇതൊരു സാമൂഹ്യപരമായിരിക്കുന്ന അനാജ എന്ന ഏറ്റവും ഒരു ദൂഷ്യമായിട്ടുള്ള വശമാണ് കാണിക്കുന്നത്. ഒരു മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ സ്ത്രീകളെ ദ്രോഹിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. ഇയാൾ ഒരു സ്ത്രീയല്ല ദ്രോഹിക്കുന്നത്, ഇയാളുടെ ഭാര്യമാരെ ദ്രോഹിക്കുന്നു. ഇപ്പൊ എത്ര 1-2 ഭാര്യമാരെ അയക്കുന്നുണ്ട്. എനിക്ക് എണ്ണം അറിയാൻ പാടില്ല അയാളെ സംബന്ധിച്ച് ഭാര്യമാരുടെ. അയാൾ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അയാൾ പറഞ്ഞു 5000 ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ. ചിലപ്പോൾ ശരിയായിരിക്കും. നമുക്കാർക്കും തർക്കതിനെ സംബന്ധിച്ചില്ല. അതയാൾ പണം കൊടുത്തു പോകുന്നു, പണം കൊടുക്കാണ്ട് പോകുന്നൊക്കെ വേണമെങ്കിലാകാം. അപ്പൊ അങ്ങനെ പോകാനുള്ള അധികാരമൊക്കെ അയാളെ സംബന്ധിച്ചുണ്ട്. പക്ഷെ അയാൾ മന്ദിരങ്ങൾ ഇത്തരം അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കുറ്റം. എനിക്കതാണത്. അതിനുള്ള അധികാരം അയാളെ സംബന്ധിച്ചില്ല. അയാൾ ഏത് മന്ത്രി ആയിക്കോട്ടെ, ഏത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രിയുടെ ബന്ധു ആയിക്കൊള്ളട്ടെ, മറ്റു മഹാനായിരിക്കുന്ന ബാലകൃഷ്ണപിള്ളയുടെ മകനായിക്കൊള്ളട്ടെ, അത്തരമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് രീതിയിൽ ലഭിക്കേണ്ടത് കേരളത്തിന്റെ ജയിലറയാണ് അയാളെ സംബന്ധിച്ച് വിധിക്കപ്പെട്ടുള്ളത്. അയാൾ മന്ത്രിയായിട്ട് തുടരാൻ യാതൊരു തരത്തിലുള്ള അർഹതയും അയാളെ സംബന്ധിച്ചില്ല. അയാളെ പുറത്താക്കാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ത്രാണിയില്ലെങ്കിൽ ആ ത്രാണിയില്ല എന്നുള്ളവരും പറഞ്ഞാൽ മതി. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന മന്ത്രി അയാളുടെ കഴിവിന്റെ പുറത്ത് അയാൾ കാണിക്കുന്ന കഴിവ് ഏറുന്ന ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് അയാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്.